അപ്പോൾ ഇന്ന് കല്യാണ വീടുകളൊക്കെ ഉണ്ടാക്കണ മലബാർ ഈ ഭാഗത്തൊക്കെ കല്യാണ വീടുകൾ ഉണ്ടാകുന്ന പൊരിച്ച കോഴി കൊണ്ടുള്ള ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമ്മൾ സാധാ ബിരിയാണിക്ക് അരിക്ക് പകരം ബസ്മതി അരി ഉണ്ട്, വൈറ്റ് സെല്ല ബസ്മതി അരി കൊണ്ടാണ് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു 1.5 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് അതിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് മസാലകൾ. വിനാഗിരി വെച്ച ചിക്കൻ നന്നായി നല്ല സോഫ്റ്റായി കിട്ടും. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇനി ഒരു 2 മണിക്കൂറിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചിക്കന് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ള ചിക്കൻ ക്രിസ്പാൻ പാടില്ല, നല്ല സോഫ്റ്റിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അധികം ടൈമിൽ എണ്ണയിൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രൈ ആയത് നമുക്ക് അതിൽ നിന്ന് എടുത്ത് പോരാം. ഇനി കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുന്ന സവാളയ്ക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സവാള ഫ്രൈ ചെയ്യണം, അപ്പോൾ എണ്ണയിൽ നിന്ന് പോരാം. കുറച്ച് കാഷ്നട്ടും ഫ്രൈ ചെയ്യാം. കാഷ്നട്ട് ഒന്ന് ഫ്രൈ വരുമ്പോൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ടും കിസ്മിസും എന്നിട്ട് വറുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ബിരിയാണിക്കുള്ള മിസംബ്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനവും കട്ട് ചെയ്ത് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മസാല തയ്യാറാക്കാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഒരു 50 മില്ലി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ഓൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 കിലോ ചിക്കനാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 450 ഗ്രാം സ്ലൈസ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിൽ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കേണ്ടി യോനിയനൊക്കെ. വൈറ്റ് സെല്ല ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്താൻ വെക്കുന്നുണ്ട്. ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തണം. റോസ് ബ്രാൻഡ് വൈറ്റ് സെല്ലിന് ബിരിയാണി എപ്പോഴും വിറകടുപ്പിൽ കുക്ക് ചെയ്താണ് എൻ്റേതെല്ലാം നല്ലൊരു ടേസ്റ്റ് ഇട്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു 25 ഗ്രാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റ് മാറിയതിന് ശേഷം ഒരു 200 ഗ്രാം തക്കാളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വയ്ക്കുന്നുണ്ട്. ഇനി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ബിരിയാണി മസാല. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ആവശ്യമില്ല, പച്ചമുളകും കുരുമുളകിൻ്റെയും എരിവ് മതി. ഞാൻ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വഴറ്റി ആ പച്ച ടേസ്റ്റൊക്കെ മാറിയതിന് ശേഷം 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഒരല്പം ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒരല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി മല്ലിയില പുതിനയില അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 20 മിനിറ്റ് ഇത് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ അരി വേവിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി ഊറ്റി വെച്ച ആ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഓയിൽ വെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്പം ലെമൺ ജ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. റൈസ് ഒന്ന് ഒരുപോലെ പോകാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കണം പോകുന്നവരെ. ആ റൈസിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഈ മസാലയ്ക്ക് വയ്ക്കുന്നുണ്ട്. ഈ മസാലയിൽ വെള്ളം ഉണ്ടെങ്കിൽ ലാസ്റ്റ് മസാല ചോറ് ലാസ്റ്റ് ഉണ്ടാവുള്ളൂ, ഈ റൈസ് വെള്ളത്തിൽ വന്നിട്ട്. അപ്പോൾ റൈസ് വെന്തുണ്ട്, എന്നിട്ട് കോരിയെടുക്കാം. ഇപ്പോൾ 3/4% വെന്ത റൈസ് ആദ്യം ഈ മസാലയുടെ മുകളിൽ നിർത്തി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഒരല്പം ഗരം മസാല പൗഡർ ഉതിരി കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ഉതിരി കൊടുക്കുന്നുണ്ട്. മല്ലിയില പുതിനില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള കറിവേപ്പില ഫ്രൈ ചെയ്ത് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ട് കിസ്മിസ് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി ഊറ്റി വെച്ച റൈസ് ഇതിന് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അല്പം കൂടെ ക്യാരറ്റും മല്ലിയിലയും ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈഡ് ഓനിയനും കാഷ്നട്ടൊക്കെ ഇട്ട ചാനലിൽ മുകളിലിടുമ്പോൾ കരിയാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ക്യാരറ്റും ചപ്പും മാത്രമേ ഇട്ടുള്ളൂ. സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ചൂടാക്കിയത് 150 മില്ലി ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം റോസ് വാട്ടർ തെളിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാവ് കുഴച്ചുകൊണ്ട് സീൽ ചെയ്യുന്നുണ്ട് സൈഡൊക്കെ. ഇനി മൂടി വെക്കാം. മുകളിൽ കണ്ടിട്ട് കൊടുക്കാം. അപ്പം ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ദം പൊട്ടിക്കാം. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇനി ദം പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ മാവ് നല്ല ഒട്ടിയിരിക്കുന്നുണ്ട്. തുറക്കാൻ നല്ല ചൂടുപ്പോൾ അറിയില്ല. അപ്പോൾ അടിപൊളി നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ പൈനാപ്പിളിൻ്റെയും റോസ് വാട്ടറിൻ്റെ ഒക്കെ. അപ്പോൾ ഈ റൈസ് മുകളിലെ റൈസ് നമ്മൾ ഈ സൈഡിൽ മാറ്റി കൊടുക്കുന്നുണ്ട്. സൈഡിൽ മാറ്റി അടിയത്തെ മസാല റൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ റൈസും 2 റൈസും കൂടെ, അടിയിലുള്ള റൈസും മുകളിലുള്ള റൈസും കൂടെ. അപ്പോൾ ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട്. 2 പീസ് ഇടുക. റൈസിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യുക. മുകളിൽ കുറച്ച് ഫ്രൈഡ് ഓനിയൻ ഇട്ട് കൊടുക്കുക. അല്പം പുതിന മല്ലിയില ഗാർണിഷിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ട് കിസ്മിസ് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. കുറച്ച് പൈനാപ്പിളും സവാളയും തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ടുള്ള ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇടുന്നുണ്ട്. കുറച്ച് ഉണക്കമാങ്ങ അച്ചാർ, കുറച്ച് തൈര് ഇതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കഴിക്കാം. ചിക്കനൊക്കെ മസാല ഒക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഓക്കെ.